സ്ത്രീശാപം, ഇത് നമ്മളെല്ലായിടത്തും കേൾക്കുന്നതാണ്. സ്ത്രീശാപം എല്ലാ തറവാട്ടിലും ഒരു സ്ത്രീനെ ചവിട്ടിക്കൊന്ന് കണ്ടിട്ടുണ്ടാവും. എല്ലാ തറവാടുകളിലും നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ? ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീനെ ചവിട്ടിക്കൊന്ന് കണ്ടിലിട്ടു, അതുകൊണ്ടൊരു സ്ത്രീശാപമുണ്ട് എന്നെല്ലായിടത്തും പറയും. സത്യത്തിൽ ഇതല്ല. ലതേഷ് സാർ, ലക്ഷങ്ങൾ മുടക്കി ആവാഹനവും പൂജകളും ഉച്ചാടനങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു ഫലം കാണാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും നമ്മൾ ചെയ്തതിനുള്ളൊരു ഫലം എത്താതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേര് നേരിടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കും? അതായത് ഇപ്പം ഈ ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില തറവാടുകളിലൊക്കെ നമ്മൾ പ്രേത വേർപാട് പോലത്തെ വിഷയങ്ങളൊക്കെ ചെയ്യുമല്ലോ. പ്രേത വേർപാട്, അതായത് പിതൃക്കളുടെ ദുരിതം ഉണ്ടായിട്ട് അതിനെ നമ്മൾ ആവാഹിച്ച് കൊണ്ടുപോകുക. ഇപ്പോൾ കുലദേവതാ ക്ഷേത്രങ്ങൾ ക്ഷയിച്ച് കിടക്കുന്ന നമ്മൾ പുനരുദ്ധാരണം ചെയ്ത് വലിയ പുതിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ പുതിയ പ്രതിഷ്ഠകളൊക്കെ നടത്തുന്നു. ഇതെല്ലാം ചെയ്തിട്ടും വീണ്ടും 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 ദുരിതങ്ങൾ കാണും. അപ്പോൾ ആദ്യം നമുക്ക് ഈ പിതൃദോഷത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാം. പിതൃദോഷത്തിലിപ്പോൾ നമ്മുടെ പ്രശ്നവശാൽ പിതൃക്കൾ ദോഷത്തിലാണ്, ദുരിതത്തിലാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഈ വേർപാട് ചെയ്യുക. അതായത് നമ്മളുമായിട്ട് അവർക്ക് ബാധിച്ച് കിടക്കുന്നതായിട്ടുള്ള ദുരിതത്തെ വേർപെടുപ്പിച്ചിട്ട് അവരെ ഈശ്വരനെ ലയിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ വേർപാടെന്ന് പറയുന്നത്. പിതൃക്കളെ അവർക്ക് മോക്ഷം കൊടുക്കുക എന്നൊക്കെ ഉള്ളൊരു സങ്കല്പം. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും വീണ്ടും പ്രശ്നം വയ്ക്കുന്ന സമയത്ത് വീണ്ടും ദുരിതങ്ങളാണ്. അപ്പോൾ വീണ്ടും ഇതൊരു 3-4 ലക്ഷം രൂപയൊക്കെ ചിലവാക്കിയിട്ടാണ് ഈ ആൾക്കാർ വേർപാടൊക്കെ നടത്തുക. എന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ കാണും. അപ്പോൾ വീണ്ടും ആവാഹിക്കും, വീണ്ടും പ്രശ്നം വരും, വീണ്ടും ആവാഹിക്കും. അങ്ങനെ ആവാഹിച്ച് ഒരു ദിവസം ഒരു തറവാട്ടിലൊരാൾ പറഞ്ഞു, ഇനി ജീവിച്ചിരിക്കുന്ന ആൾക്കാരെയും കൂടി അങ്ങ് ആവാഹിക്കും, എന്നാൽ പിന്നെ മരിച്ചാൽ പിന്നെ പ്രത്യേകിച്ച് ആവാഹിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഈ ആവാഹനം നടത്തിയിട്ട് ആൾക്കാർക്ക് മടുത്തിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ ദുരിതം മാറാത്തത്? അതാണ് നമ്മുടെ ചോദ്യം. അപ്പം അതിനാദ്യം നമുക്ക് കുലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പം കുലം എന്നുള്ള ശബ്ദത്തിൽ നമുക്ക് സംസ്കൃതത്തിൽ ലളയോരഭേദ എന്നൊരു സൂത്രമുണ്ട്. അതായത് ലായും ളായും തമ്മിൽ ഭേദമില്ല. ഈ കുലവും കുളവും കൗളവും ഇതെല്ലാം ഒന്നാണ്. അപ്പോൾ ഈ കൗളം എന്ന് പറഞ്ഞാൽ കുലത്തെ സംബന്ധിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ കൗളമാർഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് കുലമാർഗമാണ്, കുലത്തെ സംബന്ധിക്കുന്ന മാർഗമാണ്. അപ്പം നമ്മുടെ പൂർവീകമായി ആരാധിച്ച് വന്നിരുന്ന ഒരു കുലദേവത എന്ന് പറയുമ്പം ഇപ്പോൾ ചില ആൾക്കാർ പറയും ഞങ്ങൾ മാതൃകുലം അമ്മയുടെ കുലമാണ് എടുക്കുക, ചില ആൾക്കാർ പറയും അച്ഛൻ്റെ കുലമാണ് എടുക്കുക. ഇത് നമ്മൾ ജാതീയതയുടെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഇതിൽ ഡെവലപ്പായി വന്നൊരു കാര്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അച്ഛനും അമ്മയും ചേർന്നതാണ് ആര്? ഒരു കുട്ടി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മാതൃകുലത്തിനും പിതൃകുലത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ കുലദേവതാ പൂജയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ മാതൃപാത്രം പിതൃപാത്രം എന്ന് പറഞ്ഞിട്ട് 2 പാത്രങ്ങൾ വയ്ക്കും പൂജയിൽ. അത് നമ്മുടെ മാതൃകുലത്തിനെയും പിതൃകുലത്തിനെയും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതിപ്പം മാതൃകുലത്തിലുള്ള പൂജയാണെങ്കിലും ശരി, പിതൃകുലത്തിലുള്ള പൂജയാണെങ്കിലും ശരി, ഇത് ചെയ്യും. 2 കുലങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 കുലത്തിൽ ഏതെങ്കിലും, ഇപ്പോൾ ഒരു ദേവതയെ നമ്മൾ പ്രതിഷ്ഠിക്കുക എങ്ങനെയാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രാണനിൽ ഒരു കലയാണ് നമ്മൾ ഈ ദേവതയായിട്ട് ആരാധിക്കുന്നത് അല്ലേ? അതിനെ എടുത്തിട്ട് നമ്മളതിന് ഷോഡശ സംസ്കാരത്തിൽ പഞ്ചദശ സംസ്കാരം എന്ന് പറയും. 15 സംസ്കാരമൊക്കെ കൊടുത്ത് ആ പ്രാണനെ ഉയർത്തിയതിന് ശേഷം അതിനെ ഒരു ദേവതയാക്കി മാറ്റിയിട്ട് അപ്പം നമ്മളുടെ പ്രാണനാണ്. അപ്പം നമ്മളുടെ ഉള്ളിലെ പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ പൂർവീകരുടെ ജീവൻ തന്നെയാണല്ലോ, അതിൽ സംശയമില്ല. അത് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പ്രാണനാണ് ആരിലേക്ക് വരുന്നത്? കുട്ടിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കുലദേവതയുടെ പ്രാണനും നമ്മുടെ പിതൃക്കളുടെ പ്രാണനും നമ്മളുടെ പ്രാണനും ഒന്നാണ്, അതിൽ സംശയമില്ല. അപ്പോൾ ഈ കുലദേവതാ വിധാനം നശിച്ചു കിടക്കെ ഈ പിതൃദോഷം മാത്രം പരിഹരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര പരിഹരിച്ചാലും ഈ ദോഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. വീണ്ടും 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 ഇത് പ്രേതാവസ്ഥയിലാണ്, ദുരിതാവസ്ഥയിലാണ് എന്ന് ജ്യോതിഷശാസ്ത്ര പ്രകാരം നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുലദേവത തന്നെ, അതായത് നമ്മുടെ പ്രാണൻ തന്നെയാണത്, അത് തന്നെ ദുരിതത്തിലിരിക്കുക. അത് തന്നെ ദുരിതാവസ്ഥയിലിരിക്കുന്ന സമയത്ത് എത്രയൊക്കെ പ്രേത വേർപാടുകൾ നടത്തിയാലും എന്തൊക്കെ കാണിച്ചാലും വീണ്ടും പിതൃദോഷം കാണും. ഇത് കേവലം പിതൃക്കളുടെ മാത്രം ദോഷമല്ല. പിതൃക്കളും കുലദേവതയും നമ്മളും എല്ലാം ഒരേ ചൈതന്യം തന്നെയാണ്. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതെല്ലാം ഒന്നാണ്. ആ കുലദേവതയുടെ ചൈതന്യമാണ് നമ്മളുടെ ഓരോ പിതൃക്കളിലും, അതായത് മാതൃകുലമായാലും പിതൃകുലമായാലും നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ആ ചൈതന്യമാണ് ഈ പ്രേതാവസ്ഥയിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രേത വേർപാട് നടത്തുമ്പോൾ ഈ പിതൃക്കൾക്ക് ശാന്തി, പിതൃശാന്തി ഇങ്ങനത്തെ കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ കുലത്തിൽ എന്തെങ്കിലും ദുരിതമുണ്ടെങ്കിൽ അത് കംപ്ലീറ്റായി പരിഹരിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, ഈ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇത് പ്രശ്നങ്ങൾ മാറിക്കിട്ടും. പിന്നെ രണ്ടാമത് ഈ പുനരുദ്ധാരണം ചെയ്തിട്ട് ക്ഷേത്രങ്ങൾ വീണ്ടും ക്ഷയിക്കുക അല്ലെങ്കിൽ കുലങ്ങൾ വീണ്ടും ക്ഷയിക്കുക എന്തുകൊണ്ടാണ്? പൂർവീകമായി ആരാധിച്ച് വന്നിരുന്ന മന്ത്രം കൃത്യമാകണം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ തറവാട്ടിലിപ്പം ദുർഗയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ദുർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 168 വിധാനത്തിലുള്ള ദുർഗമാരുണ്ട്, 168 ടൈപ്പ് ഓഫ് ദുർഗമാരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ദുർഗയ്ക്ക് തന്നെ 2-3 മന്ത്രങ്ങളുണ്ട്.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ പൂജിച്ച മന്ത്രമല്ലാതെ വേറൊരു ദുർഗയുടെ മന്ത്രം കൊണ്ട് പൂജിച്ചാൽ, ഇത് ഞാൻ പറഞ്ഞു ഈ മന്ത്രം എന്ന് പറഞ്ഞ ഒരു ശബ്ദതരംഗമാണ്. അപ്പം ഇത് ഇദ്ദേഹത്തിൻ്റെ ജീവനിൽ കണക്റ്റഡായി കിടക്കുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രാണനിൽ കണക്റ്റഡായി കിടക്കുന്ന മന്ത്ര ചൈതന്യം അവരുടെ കുലത്തിൽ പൂജിച്ചതായിരിക്കുമല്ലോ, അതിൽ സംശയമില്ലല്ലോ. അപ്പോൾ അതിനകത്ത് വേറൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഇത് തമ്മിൽ എന്ത് ചെയ്യും, വർക്കൗട്ട് ആവാതാവും. അപ്പോൾ അങ്ങനെയാണെന്നാണ് അന്യമന്ത്രയജന ദോഷം എന്ന് പറയുക. വേറൊരു മന്ത്രം കൊണ്ടുവന്നിട്ട് പൂജിക്കുക. അപ്പം മിക്ക തറവാടുകളിലും മിക്ക ക്ഷേത്രങ്ങളിലും നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാ, പൂർവികമായി ആരാധിച്ചു വന്നിരുന്ന ദേവതാക്രമങ്ങൾ മാറിപ്പോകും. അങ്ങനെ മാറിപ്പോകുന്ന സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യില്ല, ഇവർ അമ്പലം കെട്ടിയാലും എന്തൊക്കെ ചെയ്താലും ഈ ദുരിതമായിട്ട് തന്നെ നിൽക്കും. കാരണം ദുരിതാവസ്ഥയിൽ ഇരിക്കുന്ന ദേവതയ്ക്ക് എന്ത് കിട്ടിയിട്ടില്ല, അതിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല. അതിപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ചെയ്തിട്ടൊന്നും നമുക്ക് ഫലം വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ കുലദേവത എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ എത്ര പേർക്ക് തൻ്റെ കുലദേവതകളെയൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു പരിധിവരെ ചിലപ്പോൾ അറിവില്ലായിരിക്കും അത് ആരാണ്, അല്ലെങ്കിൽ നമുക്ക് എനിക്കിഷ്ടപ്പെട്ട ദൈവത്തെയാണ് ഞാൻ ആരാധിക്കേണ്ടത്, അതിനപ്പുറത്തേക്ക് എനിക്ക് ദൈവവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നുള്ളത് ചിലർക്ക് അറിയില്ലായിരിക്കാം. അത് കണ്ടുപിടിക്കാൻ മാർഗമുണ്ട്. അതായത് പൊതുവേ എല്ലാവർക്കും പ്രശ്നം വരുമ്പോഴാണ് ആൾക്കാർ ഈ കുലദേവതയെക്കുറിച്ച് അറിയുന്നത് തന്നെ. അതുവരെ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ പ്രശ്നമൊക്കെ വെച്ച് നോക്കുമ്പോൾ പൂർവികമായി ആരാധിച്ച ഒരു ദേവതാ വിഷയങ്ങളുണ്ട്. ചിലവർക്ക് ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ വന്ന് താമസിച്ച് പാരമ്പര്യമായിട്ട് ഒരു സ്ഥലത്തുനിന്ന് കുടിയേറി ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ കുലത്തെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല. അവർക്ക് തറവാട് എന്താണെന്ന് തന്നെ കൃത്യമായിട്ട് അറിയില്ല. അവർ പണ്ട് തൊട്ടേ താമസിച്ചു വന്ന വീടാണ്, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല എന്നാണ് പറയുക. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു വിധാനം പൂർവികമായി എല്ലായിടത്തും ആചരിച്ചിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു എന്താണ് കുലദേവത എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ ഈ കുലത്തിനെ ആരാധിച്ച് വന്ന ദേവതയെ നമുക്ക് അവരുടെ ജാതകം അനലൈസ് ചെയ്തിട്ട് ചില പ്രത്യേക രീതിയിലുള്ള സ്ഫുടവും കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ഏത് ദേവതയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ചിട്ട് നമുക്ക് തന്ത്രശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ മന്ത്രത്തെ ചില ചക്രകഥനങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ 51 അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ചില മെത്തേഡ്, അത് വെച്ചിട്ട് ഓരോരോ ബീജാക്ഷരങ്ങളെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അന്യമന്ത്ര യജനം എന്നുള്ള ദോഷം മാറും. അപ്പോൾ ഒരു ക്ഷേത്രം ആരാധിച്ചിട്ട് നശിച്ച് കിടക്കുന്നിടന്ന് പുനരുദ്ധാരണം ചെയ്ത് വീണ്ടും നന്നാക്കിയിട്ട് നന്നാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ 100% പ്രധാനമായിട്ടുള്ളൊരു കാരണം ഇതായിരിക്കും. കുലദേവതാ വിഷയത്തിലുള്ള ദുരിതം, ഈ മന്ത്രം മാറി പൂജിക്കുക, അന്യമന്ത്രയജനം എന്ന് പറയും. പൂർവികമായിട്ട് ആരാധിച്ച മന്ത്രത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് വേറൊരു മന്ത്രം പൂജിക്കുക. ഇതാണ് മിക്ക കുലങ്ങളിലും സംഭവിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് അമ്പലമൊക്കെ ഉണ്ടാക്കുക, പരിഹാരങ്ങൾ ചെയ്യുക. പിന്നെ സ്ത്രീശാപം, ഇത് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണ്. സ്ത്രീശാപം എല്ലാ തറവാട്ടിലും ഒരു സ്ത്രീനെ ചവിട്ടിക്കൊന്ന് കണ്ടിട്ടുണ്ടാവും. എല്ലാ തറവാടുകളിലും നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ, ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീനെ ചവിട്ടിക്കൊന്ന് കണ്ടിലിട്ടു, അതുകൊണ്ടൊരു സ്ത്രീശാപമുണ്ട് എന്നെല്ലായിടത്തും പറയും. സത്യത്തിൽ ഇതല്ല. ഇപ്പം ഞാൻ തന്നെ ഒരു 50 തറവാടുകളിലൊക്കെ ഈ കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ സ്ത്രീശാപം എന്നുദ്ദേശിക്കുന്നത് കേവലം ഒരു സ്ത്രീയുടെ ശാപമല്ല. അതായത് ആ ദേവത ഭഗവതി വിധാനത്തിലുണ്ടാകുന്ന ശാപദുരിതത്തെയാണ് ഈ സ്ത്രീശാപമായിട്ട് കാണിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കാര്യത്തെ നമ്മൾ അവലോകനം ചെയ്തെടുക്കുന്നതിലുള്ള മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ സ്ത്രീശാപം എന്ന് പറയുമ്പോൾ അതുപോലെ പുരുഷശാപവും വരണ്ടേ. പുരുഷശാപത്തെക്കുറിച്ച് എവിടെയും കേൾക്കാറില്ല, നമ്മളെപ്പോഴും സ്ത്രീശാപം എന്ന് പറയുക. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതായത് പുരുഷന്മാർ ശപിക്കാത്തതുകൊണ്ടല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഈ വിഷയത്തെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിലുള്ളൊരു കുഴപ്പമാണ്. അപ്പോൾ എന്തുകൊണ്ട് സ്ത്രീശാപം വന്നു എന്നുള്ള ചോദ്യം പലരും ചോദിക്കും, എങ്ങനെയാണ്? അപ്പോൾ ഇവർ പറയും നിങ്ങളുടെ തറവാട്ടിലൊരു പൊട്ടക്കിണറുണ്ടായിരുന്നു. അതെല്ലായിടത്തെയും കഥ കേട്ടോ, കോമൺ കഥയത്. പൊട്ടക്കിണറുണ്ടായിരുന്നു, നിങ്ങളുടെ തറവാട്ടിലൊരു സ്ത്രീ ഗർഭിണിയായി. അത് എനിക്ക് തോന്നുന്നു ആകാശഗംഗയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് അത് ഭയങ്കര ട്രെൻഡായത് ഈ കഥ. എന്നിട്ട് അത് നമ്മൾ ഇട്ടിട്ട് ആ സ്ത്രീയുടെ ശാപമാണ് എന്നാണ് പൊതുവേ കേൾക്കുന്നത്. ഈ കഥ ഒരുപാട് സ്ഥലത്ത് കേൾക്കാനുണ്ട്, ഒട്ടുമിക്ക തറവാട്ടിലും ഈ കഥ നടന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് പൊതുവേ കേൾക്കുക. പക്ഷെ സത്യത്തിൽ ഇത് ഈ സ്ത്രീശാപമല്ല. നമ്മുടെ ഭഗവതി വിധാനത്തിൽ തന്നെ അത് ശാപാവസ്ഥയിലിരിക്കുക. ഇത് ഈ കുലദേവത പല അവസ്ഥയിൽ പോകും. ദേവത തന്നെ ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നൊരവസ്ഥ വരും. അത് നമ്മൾ പ്രശ്നവശാൽ മനസ്സിലാവും. ദേവത തന്നെ പ്രേതാവസ്ഥയിലിരിക്കുക എന്ന് പറയുന്നൊരവസ്ഥയിൽ വരും. അതായത് അതിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. അതായത് ചില ദേവതകൾക്ക് ചെറിയ ആരാധനാക്രമങ്ങളൊക്കെ തെറ്റിച്ച് ചെയ്യും. അപ്പോൾ ഇത് ശത്രുബാധ വിഷയം പോലെ ശത്രുസ്ഥാനത്ത് പോകും. ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരർത്ഥത്തിൽ വരുമ്പോൾ അത് പ്രേതാവസ്ഥയിൽ ഇരിക്കുക എന്ന് പറയും. അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അത് പ്രേത ദുരിതമായിട്ട് കാണിക്കും. ഇപ്പോൾ ശത്രുസ്ഥാനത്ത് കാണുന്നത് ശത്രുബാധയായിട്ട് കാണിക്കും. അപ്പം കേവലം ഇത് നമ്മൾ അയൽവക്കത്തുള്ള ശത്രുക്കൾ മാത്രമല്ല നമുക്ക് ഈ ശത്രുബാധയെ കാണുന്നത്. ഈ നമ്മുടെ ദേവത തന്നെ നമുക്ക് ശത്രുസ്ഥാനത്തിലേക്ക് വന്നാലും
അത് ശത്രുബാധ വിഷയം പോലെ കാണിക്കും. അപ്പോൾ നമുക്ക് ഒരു കുലദൈവതയെ വേണ്ട രീതിയിൽ നമ്മൾ പരിചരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുലത്തിന് മുഴുവൻ അത് ആപത്തായിട്ട് മാറും. കാരണം ഈ കുലദേവത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമാണ്, അതിനെ നമുക്ക് കളയാൻ പറ്റില്ല. ഇപ്പോൾ പൊതുവേ എല്ലാ സ്ഥലത്തും അങ്ങനെ ചെയ്തെടുത്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കുലദേവതകളെ എടുത്തിട്ട് നമ്മൾ വേറെ ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കും, അതെല്ലാ സ്ഥലത്തും കാണുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക സ്ഥലത്തും പ്രശ്നങ്ങളാണ്. കാരണം ഇത് കേവലം ഒരു പറമ്പിൽ ഒതുങ്ങി നിൽക്കുന്ന സാധനമല്ല. ഇപ്പം നിങ്ങളുടെ ദേവതാ സങ്കേതം നശിച്ചു എന്ന് കരുതട്ടെ, നിങ്ങൾക്ക് മാത്രം ആ ദേവതയെ ഉപാസിക്കാൻ പറ്റും. അത് മാത്രമേ വേണ്ടൂ. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ആ ഒരു ചൈതന്യത്തെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക, ആ ദുരിതങ്ങളെ ഒന്ന് മാറ്റുക. ഇത്രയും ചെയ്താൽ മതി. ഇത് അമ്പലം കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പൂജ നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അതിനെ ആരാധിക്കുന്നത് കൃത്യമായ മന്ത്രത്തിലാവണം. അങ്ങനെയാണെങ്കിൽ ഇത് വർക്കൗട്ട് ആവും. ആ മന്ത്രം ഇപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ലഭ്യമാകുന്ന പുസ്തകങ്ങളിൽ നിന്ന് എടുക്കുകയല്ലോ. ഗുരുവിൻ്റെ അടുത്ത് പോയാൽ ആദ്യം നമ്മൾ ഈ മന്ത്രത്തെ കണ്ടുപിടിക്കണ്ടേ. ഇത് ഏത് മന്ത്രമാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഞാനതാ പറഞ്ഞത്. ഇപ്പോൾ ഒരു ദേവതയുടെ വർണ്ണം, അതായത് കളറ്, അതിൻ്റെ വസ്ത്രം, അതിൻ്റെ ആയുധം, വാഹനം, ഇതെല്ലാം വെച്ച് നമുക്കൊരു പരിധി വരെ അടുത്തെത്താൻ പറ്റും. പക്ഷേ എന്നാലും ആ ദേവത ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം പൂർവികമായിട്ട് ഈ കുലദേവതയിൽ ചിലപ്പം ഒരു പീഠം അല്ലേ, അല്ലെങ്കിൽ ഒരു വാള്, അല്ലെങ്കിൽ ഒരു വടി, അല്ലെങ്കിൽ ഒരു വിളക്ക്, ഇതൊക്കെയാണ് ഉണ്ടാവുക അറിയില്ല. അത് ശരിക്കും അത് അവരന്ന് പൂജിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലം നോക്കി തെക്കിനിയോ വടക്കിനിയോ അങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആരാധിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് അവിടുന്ന് മാറിയാലും കുഴപ്പമില്ല. ഇതിൻ്റെ ആചരണക്രമം അങ്ങനെയാണ്. അപ്പോൾ ഇവരെന്തെന്ന് വെച്ചാൽ അതെല്ലാം പൊളിച്ച് ഭയങ്കര ഗംഭീര മഹാക്ഷേത്ര വിധാനത്തിലൊക്കെ ആയിട്ട് കാവൊക്കെ പൊളിച്ച് വലിയ അമ്പലമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം അതിൻ്റെ വിധാനം വ്യത്യാസമുണ്ട്. ഇത് ആ കുലത്തിലുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. ആ കുലത്തിലുള്ള ആൾക്കാർ അതിനെ കൃത്യമായി അറിഞ്ഞ് ഉപാസിച്ചാൽ മതി. അപ്പോൾ ഈ ദുരിതം തീരും. ഈ അച്ഛൻ്റെ അമ്മയുടെ രണ്ട് താവഴിയിലും പിതാവിൻ്റെ വഴിയിലും ഇങ്ങനെ രണ്ട് രീതികൾ കാണുന്നുണ്ട്. മിക്കവാറും നായർ സമുദായങ്ങളിലാണ് താവഴിയാണ് കൂടുതലും എടുക്കാറുള്ളത്. പക്ഷേ ഈ അടുത്ത കാലത്ത് എന്നോടൊരു ജ്യോതിഷി പറഞ്ഞത്, നിങ്ങളുടെ പിതാവിൻ്റെ ക്ഷേത്രത്തിൽ, അതായത് അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ നിങ്ങളൊന്നും കൊടുക്കുന്നില്ല, ദേവതയെ നിങ്ങൾ മറന്നിരിക്കുകയാണ്, അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഞാൻ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തായിരുന്നു. പക്ഷേ ഇത് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല. എന്താണ് പിതാവിൻ്റെ വഴിയിലെ ക്ഷേത്രമെന്നും അതിനെന്താണ് ചെയ്യേണ്ടതെന്നും അറിയില്ല. അതിൻ്റെ രണ്ടിനും ഒരു തുല്യ പ്രാധാന്യമാണോ അതോ എന്തെങ്കിലും ഒരു അധിക പ്രാധാന്യം തായ് പരമ്പരയ്ക്ക് ഉണ്ടോ? ഇല്ലില്ല, രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതോട് ചേർത്തൊരു ചോദ്യമാണ്. അതായത് അപ്പം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുലദേവതകൾ ഞാൻ ഒരുപോലെ ഉപാസിക്കണം. അപ്പം എൻ്റെ മകൻ അവൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക പിതാവിൻ്റെ കുലദേവത എന്ന് പറഞ്ഞാൽ ആരെയാണ് കണക്കാക്കുക? പിതാവിൻ്റെ കുലദേവത എന്ന് പറയുമ്പോൾ താങ്കൾ ഉപാസിക്കുന്ന രണ്ട് മന്ത്രങ്ങളും പ്ലസ് താങ്കളുടെ വൈഫിൻ്റെതായിട്ടുള്ള രണ്ട് മന്ത്രങ്ങളെ ഉപാസിക്കും. മൊത്തം നാല് ദേവതാ വിധാനത്തിലേക്ക് വരേണ്ടി വരും. അതായത് ഈ കുലദേവത പൂജ ചെയ്യുന്നിടത്ത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ പിതൃകുലത്തിലുള്ള ദേവതയാണ് നമ്മൾ പൂജിക്കുന്നതെന്ന് വിചാരിക്കും. പിതൃകുലത്തിലുള്ള ദേവതയെ പൂജിക്കുമ്പോഴും നമ്മൾ ഈ മാതൃപാത്രവും പിതൃപാത്രവും അവിടെ വയ്ക്കുന്നുണ്ട്. അത് നമ്മുടെ പിതൃകുലവും മാതൃകുലവുമായിട്ട് കണക്ട് ചെയ്യാനാണ്. മാതൃകുലത്തിലുള്ള ദേവതയെ പൂജിക്കുമ്പോഴും ഇതേ സാധനം വയ്ക്കുന്നുണ്ട്. അപ്പം രണ്ട് ദേവതകളെ പൂജിക്കുമ്പോഴും നമ്മൾ രണ്ട് കുലത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പൂജിക്കുന്നത്. കാരണം അച്ഛനും അമ്മയും ചേർന്നാലാണ് ഈ കുട്ടി ഉണ്ടാവുക അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ ആരാധിച്ച് കൊണ്ടുവരേണ്ടത്. രണ്ടും ഒരേ ദേവത തന്നെയാണ് എങ്കിലും അതിന് ഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ഭദ്രകാളി തന്നെയാണ്, ഭദ്രകാളി തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ശാന്തസ്വരൂപിണി രാജ്ഞി ഭാവത്തിലിരിക്കുന്ന, ഇപ്പോൾ എന്താ പറയുക, ശ്രീകുറുംബ വിധാനത്തിലൊക്കെ അത് ദേവി രാജ്ഞി ഭാവത്തിലേക്ക് വരിക. അത്തരത്തിലുള്ള ദേവതകളാണ് ഇരിക്കാം. ചില സ്ഥലത്ത് രൗദ്രഭാവത്തിലിരിക്കുന്ന ദേവയായിരിക്കാം. അപ്പോൾ അത് ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി, ഉപാസിച്ചാൽ മതി. ഒരു പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ ഭദ്രകാളിയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉപാസനയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പോൾ അത് മൂലമന്ത്രം ലഭിക്കണം, മന്ത്രദീക്ഷ എടുക്കണം, ഇതിനൊക്കെ ശേഷമല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. അല്ല, ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മന്ത്രമായാലും കാളി എന്നല്ല, ഏത് മന്ത്രമായാലും മന്ത്രദീക്ഷ എടുത്തിട്ട് തന്നെ വേണം ജപിക്കാനായിട്ട്. പക്ഷേ ഈ മന്ത്രദീക്ഷ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായി ഏത് മന്ത്രമാണ് ഏത് ദേവതയാണെന്ന് അറിയണം. അറിഞ്ഞതിന് ശേഷം ആ മന്ത്രത്തെ ഉപാസിക്കണം. എന്നിട്ട് നമ്മൾ ഈ കുലത്തിൽ തന്നെ ഗുരുക്കന്മാരുണ്ട്, അല്ലെങ്കിൽ നല്ല ഗുരുക്കന്മാരുടെ തപസ്വിയായിട്ടുള്ള ഗുരുക്കന്മാരുടെ നിന്ന് മന്ത്രം സ്വീകരിച്ച് നമ്മൾ അതിനെ ഉപാസിച്ച് തുടങ്ങാം. അപ്പോൾ അത് അങ്ങനെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പ്രായോഗികമായി നടക്കാതെ വന്നാൽ അത് പ്രശ്നം. അതായത് ഒരു ഗുരുവിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു അടിസ്ഥാനം നമുക്ക് എങ്ങനെ ഒരു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ അറിവുള്ളവനും അറിവില്ലാത്തവനും തിരിച്ചറിയാൻ പറ്റില്ല. ഭയങ്കര പാടുള്ള കാര്യമാണ്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കൃത്യമായിട്ട് നമ്മളൊരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിൽ നിന്ന് തന്നെ എത്തുക എന്നുള്ളതാണ് ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം. ന്യൂ ഏജ് ന്യൂക്ലിയർ ലൈഫിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഉപാസനയൊക്കെ സാധ്യമാകണമെന്നില്ലല്ലോ അവിടെ. അതെന്താ? ലൈഫ് സ്റ്റൈലിൻ്റെ വ്യത്യാസം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ക്ഷേത്രം കെട്ടുകയോ അവിടെ വലിയ ആരാധനാക്രമങ്ങൾ നടത്തുകയോ അല്ല ഉദ്ദേശിക്കുന്നത്.
അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ക്ഷേത്രം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പറമ്പിനോ ഒരു ബിൽഡിങ്ങിനോ ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾക്കൊരു 5-10 മിനിറ്റ് ലൈഫിൽ മാറ്റി വെച്ചാൽ മതി, ഈ സാധനം വർക്കൗട്ടാവും. 5-10 മിനിറ്റ് ആ ദേവതാ മന്ത്രങ്ങളെ ജപിച്ചാൽ മതി. പക്ഷേ അത് കൃത്യമായിരിക്കണം, പൂർവികമായി ആരാധിച്ച മന്ത്രക്രമങ്ങളായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വർക്കാവും. അതിന് നിങ്ങൾ വലിയ ആരാധനാക്രമങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്യണമെന്നില്ല. അത് ഏതാണ് ആ കുലദേവത എന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ ദുരിതങ്ങൾ പരിഹരിക്കുക, അതിനെ കൃത്യമായി ജപിക്കുക. ഓക്കെ.